ഇതിലും ഭേദം വലുതല്ല. ചെറുക്കാം അമ്മയുടെ പതുക്കെ. ഹലോ ഹലോ. നേരത്തെ ഈ മുറിവ് ചെറുതായിരുന്നല്ലോ, ഇപ്പോഴെങ്ങനെ വലുതായത്? വേറെ എവിടെയെങ്കിലും പോയി വീണോ? ഔതപ്പാപ്പയ്ക്ക് പഞ്ചസാരയുണ്ട്, മുറിവ് പഴുത്താലേ പിന്നെ പിടിച്ചാ കിട്ടില്ല. അതെന്താടാ മുറിവ് കാലേന്നിറങ്ങി ഓടിപ്പോവോ? അയ്യടാ അവളൊരു ചിരി. ഹലോ. ഔതപ്പാപ്പയുടെ കാലെങ്ങനെ മുറിഞ്ഞെന്ന് എനിക്കറിയാം. പാലൊഴിക്കുന്ന 3 ഗ്ലാസ് കാണാനില്ല. ഇതിനകത്തൊരു ഉറുമ്പിനെ കാണാതായ ഞാൻ അറിയും. ഓ പിന്നെ ഇയാൾ ഔത മുതലാളിയേക്കാൾ വലിയ മുതലാളിയല്ലേ. ഗ്ലാസ് കാണാനില്ലെങ്കിൽ എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. പിടിക്കണോ ഔതപ്പാപ്പ? ഗ്ലാസിന്റെ പൈസ മാത്രമല്ല, മുത്തശ്ശിക്ക് പനിയാണ്, മുത്തശ്ശിക്ക് കുളിരാണെന്നൊക്കെ പറഞ്ഞ് വേറെയും കുറെ കാശ് വാങ്ങിയിട്ടുണ്ട്. അത് മുഴുവനും പിടിക്കണം. കണക്ക് നോക്കിയാ ഈ മാസം ശമ്പളം ഉണ്ടാവില്ല. ഇങ്ങോട്ടെന്തെങ്കിലും തന്നാ അടുത്ത മാസം പണിക്ക് വരാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? മുത്തശ്ശിക്ക് പനി വരുന്നത് എന്റെ കുറ്റമാ? നേരാൻ വണ്ണം നോക്കാൻ ഞാൻ മുത്തശ്ശിക്ക് പനി വരും, അത് നിന്റെ കുറ്റം തന്നെയാ. എന്നാലേ നാളെ മുതൽ ഞാൻ പണിക്ക് വരുന്നില്ല. മുതലാളിയും തൊഴിലാളിയും കൂടെ അങ്ങ് വീട്ടിലോട്ട് വാ. അവിടെ എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഞാൻ കഴിക്കാം. അവക്ക് കൊടുക്കുന്ന ശമ്പളം പോരാൻ നിന്റെ മോനൊരു തോന്നലുണ്ടല്ലേ? അങ്ങനെ വിഷമമുണ്ടെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണ. പിന്നെ അമേരിക്കയിലെ അന്തപ്പന്റെ വീട്ടിലെ മണി അടിക്കുന്നുണ്ട്, കാനഡയിലെ ജോണിക്കുട്ടിയുടെ മണി അടിക്കുന്നുമില്ല. അവന്റെ മണി അവന്റെ പെമ്പറും നോക്കി അഴിച്ചെടുത്തിട്ടുണ്ടാവും. നീ ത്രേസ്യയെ വിളിക്ക്, പുതിയ കച്ചവടം തുടങ്ങി എന്ന് പറ. അവളാവുമ്പോ എല്ലാവരോടും വിളിച്ചു പറഞ്ഞോളും. ഹലോ ത്രേസ്യ, എടി ത്രേസ്യ, ഇത് ഞാനാ വർക്കിച്ച. എടി അപ്പച്ച പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങി, സർക്കം മാർച്ചറി. കിടക്കാൻ നല്ല സുഖമാ, സ്പാഞ്ചൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓ ഞാൻ അപ്പച്ചന് കൊടുക്കാം. ചാച്ചാ ത്രേസ്യ. ഹലോ മോളെ, ഇത് ഞാനാ അപ്പനാ. നീ ഇതാരാണ് പുല്ലിയെ കറക്കി തന്നത്? ഇത് അവളല്ല. ഹലോ. അയ്യോ അതെ, ത്രേസ്യയുടെ ശബ്ദം അവള് ജോലി ചെയ്യുന്ന ആശുപത്രി ജാസ്മിന്റെ ശബ്ദം കേട്ട ഒരുപോലെ ഇരിക്കും. ഒരുപോലെ ഇരിക്കുന്ന വേറെ എന്തെങ്കിലും ഉണ്ടോ? നോക്കണം. എന്റെ കോച്ചിനെ ചതിച്ചാ നിന്റെ നെഞ്ചാങ്കോട്ടെ കുത്തി പൊളിക്കും. മരുന്ന് നിന്റെ അതിന് ചാച്ചനാപ്പാടെ ചൂടായി നിൽക്കുക, ഞാൻ കൊടുക്കാം. ഒരുത്തൻ അമേരിക്കയില്, മറ്റൊന്ന് കാനഡയില്, ഇനിയൊന്ന് ജർമ്മനിയില്. വയസ്സുകാലത്ത് മിണ്ടാനും പറയാനും ഒരുത്തനും കാണുകയല്ല. ത്രേസ്യ എനിക്ക് പ്രാണനാ ചാച്ച. ദിവസവും 3 മെഴുകുതിരി മുട്ടുകാലിൽ ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ അവൾക്ക് വേണ്ടിട്ട് കത്തിക്കുന്നത്. പിന്നെ നിന്റെ മുട്ടുകാലിൽ നീ അല്ലാതെ എനിക്ക് അറിയുന്ന പ്രാർത്ഥിക്കാൻ പറ്റൂ? ഞാൻ എന്ത് പറഞ്ഞാലും ചാച്ചൻ എന്നെ വിശ്വാസമില്ല. അല്ല, വിശ്വസിക്കുന്ന ഒരു കാലം വരും, അപ്പൊ വിശ്വസിച്ചാ മതി. ചാച്ചൻ ഇത് കുടിച്ചാട്ടെ, മരുന്നാ. ആ കൊച്ചു തന്നതാ. ഇതെന്തോതിലുള്ള മരുന്നാ? ഒറ്റമൂലിയാ. നഞ്ചങ്കോടുള്ള സിദ്ധന്റെ കൈപ്രയോഗ. വലിവിനിപ്പോ നല്ല സമാധാനം. ഇതിലും ഭേദം വലുതല്ല. ചാച്ചാ, ചാച്ചാ, ചാച്ചാ. കൃഷ്ണനുണ്ണി, കൃഷ്ണനുണ്ണി. എന്താ ചാച്ചന്റെ ഗിയർ വീഴുന്നില്ലടാ പാപ്പ? എന്താ അത് പാപ്പ? ഫ്യൂസ് ആയെന്നാ തോന്നുന്നേ. എന്താ പറ്റി?